നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ലോകത്തിന്റെ പ്രണാമം. നൂറുകണക്കിന് ലോക നേതാക്കൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. സെന്റ് മേരി മേജർ ബസലിക്കയിലാണ് സംസ്കാര ചടങ്ങ് നടന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിനോടനുബന്ധിച്ച് നാടെങ്ങുമുള്ള ക്രൈസ്തവ ദേവാലയങ്ങളിലും സ്ഥാപനങ്ങളിലും അനുസ്മരണ ചടങ്ങുകൾ. മൗനജാഥകളിലും അനുബന്ധ ചടങ്ങുകളിലും ആയിരക്കണക്കിന് വിശ്വാസികൾ അണിനിരന്നു. മാരാരിക്കുളത്ത് ഉറങ്ങിക്കിടന്ന വീട്ടമ്മയുടെ കഴുത്തിൽ നിന്നും 1.5 പവന്റെ സ്വർണ്ണമാല കവർന്ന സംഭവം അന്വേഷണം ഊർജിതം. പരിസര പ്രദേശത്ത് നിന്നുള്ള CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചാണ് അന്വേഷണം തുടരുന്നത്. ലോക മലേറിയ ദിനാചരണത്തിൻ്റെ ആലപ്പുഴ ജില്ലാതല ഉദ്ഘാടനം എച്ച് സലാം MLA നിർവഹിച്ചു. ദിനാചരണത്തിൻ്റെ ഭാഗമായി നടത്തിയ ക്വിസ് മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും MLA വിതരണം ചെയ്തു. എടത്തോപ്പള്ളി പെരുന്നാളിനോടനുബന്ധിച്ചുള്ള തിരുസ്വരൂപ സ്വീകരണ സ്ഥലത്തേക്ക് കാർ ഇടിച്ചു കയറി 3 പേർക്ക് പരിക്ക്. വെള്ളിയാഴ്ച രാത്രി 9:15 തലവടി പഞ്ചായത്ത് ജംഗ്ഷനിലായിരുന്നു അപകടം. SSF ആലപ്പുഴ ഡിവിഷൻ വിദ്യാർത്ഥി സമ്മേളനം ഏപ്രിൽ 29 മണ്ണഞ്ചേരിയിൽ. ധാർമ്മിക വിപ്ലവത്തിൻ്റെ 53 വർഷങ്ങൾ എന്ന സന്ദേശത്തോടെയാണ് സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് SSF നേതാക്കൾ. വാർത്തകൾ വിശദമായി. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ലോകത്തിൻ്റെ പ്രണാമം. ലോക നേതാക്കൾ ഉൾപ്പെടെ 10,000-കണക്കിന് ആളുകൾ അന്തരിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. വത്തിക്കാനിലെ സെന്റ് മേരി മേജർ ബസലിക്കയിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത്. കൂടുതൽ വിവരങ്ങളുമായി വത്തിക്കാനിൽ നിന്ന് അർത്തുങ്കൽ സ്വദേശിയായ വിപിൻ ജോസ് ചേരും. കഴിഞ്ഞ തിങ്കളാഴ്ച കാലം ചെയ്ത ഫ്രാൻസിസ് പോപ്പിന്റെ സംസ്കാര ശുശ്രൂഷകൾ ഇന്ന് പ്രാദേശിക സമയം രാവിലെ 10 മണിയോടെ, അതായത് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 വത്തിക്കാൻ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ആരംഭിച്ചു. വിവിധ ലോക നേതാക്കൾ, വിദേശ പ്രതിനിധികൾ, കർദിനാൾമാർ, പുരോഹിതന്മാർ, ലോകമെമ്പാടു നിന്നുള്ള 10,000-കണക്കിന് വിശ്വാസികൾ എന്നിവരുടെയൊക്കെ സാന്നിധ്യത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ. ഇന്ത്യയിൽ നിന്നുള്ള കർദിനാൾമാരായ ജോർജ് ആലഞ്ചേരി, ബെസിലിയോസ് ക്ലീമിസ്, ജോർജ് കൂവക്കാട്ട്, ആന്റണി പൂള, ഫിലിപ്പ് നേരി ഫെരാവോ, ഓസ്വേൾഡ് ഗ്രേഷ്യസ് എന്നിവരും ചടങ്ങുകളിൽ സന്നിഹിതരായിരുന്നു. അഭൂതപൂർവമായ തിരക്ക് പരിഗണിച്ച് വത്തിക്കാൻ സ്ക്വയറിലും നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും വലിയ സ്ക്രീനുകളിൽ സംസ്കാര ചടങ്ങുകൾ തത്സമയം സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ഇന്നലെ രാത്രിയോടെ പൊതുദർശനം അവസാനിപ്പിച്ച് പാപ്പായുടെ ഭൗതിക ശരീരം അവസാന ശുശ്രൂഷകൾക്ക് ഒരുക്കുമ്പോഴും പുറത്ത് ആയിരക്കണക്കിന് വിശ്വാസികൾ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. തൻ്റെ സംസ്കാര ചടങ്ങുകൾ എത്രയും ലളിതമാക്കണമെന്നതായിരുന്നു ഫ്രാൻസിസ് പോപ്പിന്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ സൈപ്രസ്, ഈയം, ഓക്ക് എന്നിവ കൊണ്ടുള്ള 3 പെട്ടികളിൽ പാപ്പാമാരുടെ മൃതദേഹം സൂക്ഷിക്കുന്ന പതിവ് പാരമ്പര്യത്തിന് പകരം ഫ്രാൻസിസ് പാപ്പായുടെ മൃതദേഹം തുറന്ന സാധാരണ തടിപ്പെട്ടിയിലാണ് കിടത്തിയിരുന്നത്. ഒരു പോപ്പിന്റെ മരണത്തിനും പുതിയ പോപ്പിനെ തിരഞ്ഞെടുക്കുന്നതിനും ഇടയിലുള്ള കാലയളവിൽ വത്തിക്കാന്റെ ഭരണ ചുമതല ഏൽപ്പിച്ചിരിക്കുന്ന വത്തിക്കാൻ കാമർലെങ്കോ കർദിനാൾ കെവിൻ ഫാരലാണ് ശവപ്പെട്ടി മുദ്രവെക്കൽ ചടങ്ങിന് കാർമ്മികത്വം വഹിച്ചത്. കർദിനാൾ കോളേജ് ഡീൻ കർദിനാൾ ജോവാനി ബാറ്റിസ്റ്റിരിയാണ് ശവസംസ്കാര ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. വത്തിക്കാൻ സ്ക്വയറിലെ ചടങ്ങുകൾക്ക് ശേഷം ഫ്രാൻസിസ് പോപ്പിന്റെ മൃതദേഹം സംസ്കരിക്കുന്നതിനായി അദ്ദേഹം തന്നെ തിരഞ്ഞെടുത്തിരുന്ന സെന്റ് പീറ്റേഴ്സിൽ നിന്ന് 4.5 കിലോമീറ്റർ അകലെയുള്ള സാന്താ മരിയ മജോറെ എന്ന സെന്റ് മേരി മേജർ ബസലിക്കയിലേക്ക് മാറ്റും. സെന്റ് മേരി മേജർ ബസലിക്ക ഫ്രാൻസിസ് പോപ്പിന്റെ ആത്മീയ ജീവിതത്തിൽ ഏറെ പ്രധാനപ്പെട്ട ഒരിടമായിരുന്നു. പരമായ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നതിന് മുൻപ് 5-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ ബസലിക്കയിലെ പരിശുദ്ധ മാതാവിന്റെ ചിത്രത്തിന് മുന്നിൽ പ്രാർത്ഥിക്കുന്ന പതിവ് അവസാനം വരെ അദ്ദേഹം തുടർന്നു പോന്നു. പാപ്പയായി സേവനമനുഷ്ഠിച്ച 12 വർഷത്തെ കാലയളവിൽ 100-ലധികം തവണ സെന്റ് മേരി മേജർ ബസലിക്കയിൽ ഫ്രാൻസിസ് പാപ്പ സന്ദർശനം നടത്തിയിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിലേക്കുള്ള ഓരോ യാത്രകൾക്ക് മുൻപും ശേഷവും അദ്ദേഹം ബസലിക്ക സന്ദർശിച്ച് ക്രിസ്തു ശിഷ്യനായ വിശുദ്ധ ലൂക്കോസ് സുവിശേഷകൻ വരച്ചതെന്ന് കരുതപ്പെടുന്ന ചിത്രത്തിന് മുന്നിൽ പ്രാർത്ഥിക്കുമായിരുന്നു. മാർച്ച് മാസത്തിൽ 38 ദിവസത്തെ ആശുപത്രിവാസം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയും അദ്ദേഹം ഇവിടെ എത്തി പ്രാർത്ഥിച്ചിരുന്നു.
ഫ്രാൻസിസ് പാപ്പ അവസാനമായി സാന്താ മരിയ മജോറെ ബസിലിക്ക സന്ദർശിച്ചത് മരണത്തിന് 8 ദിവസം മുൻപ് ഓശാന ഞായറാഴ്ചയായിരുന്നു. 12-ാം നൂറ്റാണ്ടിനും 17-ാം നൂറ്റാണ്ടിനും ഇടയിൽ സെന്റ് മേരി മേജർ ബസിലിക്കയിൽ 7 പോപ്പുമാരെ അടക്കം ചെയ്തിട്ടുണ്ട്. 1669 ക്ലെമന്റ് 9-ാമനെയാണ് ഇവിടെ അവസാനമായി സംസ്കരിച്ചത്. റോമിലെ ഏറ്റവും വലിയ മരിയൻ പള്ളിയും പാശ്ചാത്യ ലോകത്തിലെ ആദ്യത്തെ മരിയൻ സങ്കേതവുമാണ് സെന്റ് മേരി മേജർ ബസിലിക്ക. സെന്റ് മേരി മേജർ ബസിലിക്കയിലെ അന്തിമ സംസ്കാര ചടങ്ങുകളിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനമുണ്ടായിരിക്കില്ല. മൃതദേഹം സംസ്കരിക്കുന്നതോടെ 9 ദിവസത്തെ പുരാതന ദുഃഖാചരണമായ നോവം ദിയലിൻ്റെ തുടക്കമാവും. ദുഃഖാചരണ കാലയളവ് അവസാനിക്കുമ്പോൾ പുതിയ പോപ്പിനെ തെരഞ്ഞെടുക്കുന്നതിനുള്ള കോൺക്ലേവ് മെയ് 6-നും 11-നും ഇടയിൽ ആരംഭിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഞായറാഴ്ച രാവിലെ മുതൽ ഫ്രാൻസിസ് പോപ്പിന്റെ ശവകുടീരം സന്ദർശിക്കുന്നതിനുള്ള അവസരമുണ്ടായിരിക്കുമെന്ന് വത്തിക്കാനിൽ നിന്നുള്ള അറിയിപ്പുമുണ്ട്. വത്തിക്കാനിൽ നിന്ന് വിപിൻ ജോസ് അർത്തുങ്കൽ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിനോടനുബന്ധിച്ച് നാടകമുള്ള ക്രൈസ്തവ ദേവാലയങ്ങളിലും സ്ഥാപനങ്ങളിലും അനുസ്മരണ ചടങ്ങുകൾ നടന്നു. മൗനജാഥയിലും അനുബന്ധ ചടങ്ങുകളിലും ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിനോടനുബന്ധിച്ച് നാടകമുള്ള ക്രൈസ്തവ ദേവാലയങ്ങളിലും സ്ഥാപനങ്ങളിലും അനുസ്മരണ ചടങ്ങുകൾ. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ചേർത്തലയിൽ സ്മരണാഞ്ജലി. ചേർത്തല മുട്ടംപള്ളിയുടെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ പരിപാടിയിൽ നൂറുകണക്കിന് വിശ്വാസികൾ അണിനിരന്നു. മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങ് നടന്ന ശനിയാഴ്ച രാവിലെ 7 മണിക്ക് അനുസ്മരണ റാലിയും തുടർന്ന് ഒപ്പീസും മൗന റാലിയും പുഷ്പാർച്ചനയും നടന്നു. പള്ളിയിലെ തിരുക്കർമ്മങ്ങൾക്ക് റവറൻ ഫാദർ ആൻഡോ ചേരാതുരുത്തി, റവറൻ ഫാദർ ബോണി കട്ടയ്ക്കകത്തൂട്ട്, ഫാദർ ജോസ് പാലത്തിങ്കൽ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് മൗന റാലിയും പുഷ്പാർച്ചനയും നടന്നു. ഫാമിലി യൂണിയൻ വൈസ് ചെയർമാൻ സാബു ജോൺ പാലക്കൽ, കൈക്കാരന്മാരായ അഗസ്റ്റിൻ ചെർമിറ്റം, അഡ്വക്കേറ്റ് ജാക്സൺ മാത്യു ഈരാറ്റുപുഴ, ജനറൽ സെക്രട്ടറി ജോമോൻ കണിശ്ശേരി, മനോജ് മാളിയേക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ടൈം ന്യൂസ് ചേർത്തല. ചേർത്തലയ്ക്കടുത്ത് മാരാരിക്കുളത്ത് ഉറങ്ങിക്കിടന്ന വീട്ടമ്മയുടെ കഴുത്തിൽ നിന്ന് 1.5 പവൻ്റെ സ്വർണ്ണമാല അപഹരിച്ച സംഭവം അന്വേഷണം തുടരുന്നു. സമീപ പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചാണ് പോലീസ് അന്വേഷണം തുടരുന്നത്. മോഷണ കേസ് പ്രതിയെക്കുറിച്ചുള്ള അന്വേഷണം ഊർജിതമാക്കി മാരാരിക്കുളം പോലീസ്. ഏപ്രിൽ 20-ാം തീയതി വെളുപ്പിന് 3:50 മാരാരിക്കുളം എസ്എൽപുരം സ്വദേശിയുടെ വീട്ടിൽ കയറി ഹാളിൽ കിടന്നുറങ്ങിയായിരുന്ന സ്ത്രീയുടെ കഴുത്തിൽ കിടന്ന 1.5 പവനോളം വരുന്ന മാലയും താലിയും മോഷ്ടിച്ചെടുത്ത് കടന്നുകളഞ്ഞ പ്രതിയെക്കുറിച്ചുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് മാരാരിക്കുളം പോലീസ്. സംഭവ സമയത്ത് പ്രതി ഹെൽമറ്റ് ധരിച്ചിരുന്നുവെന്ന് പരാതിക്കാരി പറഞ്ഞു. തുടർന്ന് മാരാരിക്കുളം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പരിസര പ്രദേശത്തു നിന്നുള്ള CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. ഈ ദൃശ്യങ്ങളെ കേന്ദ്രീകരിച്ചും മറ്റ് തെളിവുകളെ അടിസ്ഥാനമാക്കിയുമാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. പ്രതിയെക്കുറിച്ചോ കേസന്വേഷണത്തിന് സഹായകമായ രീതിയിലുള്ള വിവരങ്ങളോ ലഭിക്കുന്നവർ മാരാരിക്കുളം പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടണമെന്നും അറിയിച്ചു. ടൈം ന്യൂസ് ചേർത്തല. ലോക മലേറിയ ദിനാചരണത്തിൻ്റെ ആലപ്പുഴ ജില്ലാതല ഉദ്ഘാടനം നടന്നു. എച്ച് സലാം MLA ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഇതോടനുബന്ധിച്ച് നടന്ന ക്വിസ് മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും MLA വിതരണം ചെയ്തു. ലോകത്ത് 5,97,000 പേരെ മരണപ്പെട്ടു മലേറിയ ബാധിച്ചു എന്നുള്ളതാണ് കണക്ക്. 263 ലക്ഷം പേർക്ക് പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഔദ്യോഗികമായ കണക്ക്. 2023 ലേറ്റസ്റ്റ് ചെയ്ത കണക്കതാണ്. അതിലൊരു എബോവ് 90% ആഫ്രിക്കൻ രാജ്യങ്ങളിലാണെന്ന് പറയുന്നത്. ഏതിരുന്നാലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും ഏഷ്യൻ രാജ്യങ്ങളും ഒക്കെ ഈ രോഗത്തിന്റെ ഭാഗമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളും അത്തരം കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളവരാണ്, കേൾക്കുന്നവരും. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തോതിൽ നമ്മുടെ ചുറ്റുപാടും ഇന്നിപ്പോൾ കാണാനില്ലെങ്കിലും അത് വ്യാപിക്കാൻ കഴിയുന്ന സാഹചര്യ ചുറ്റുപാട് നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമുക്കുണ്ടാവേണ്ട ഒരു പ്രാധാന്യം, അല്ലെങ്കിൽ നമ്മൾ കണക്കിലെടുക്കേണ്ട പ്രാധാന്യം. ഇവിടെ പറഞ്ഞ പോലെ ഇന്ന് നമുക്കൊരു പ്രയാസമായി നമ്മുടെ മുന്നിലേക്ക് മലേറിയ മാത്രമല്ല പകരുന്ന പല രോഗങ്ങളുടെയും ഒരു പ്രശ്നം കാണുന്നൊരു പ്രയാസം. ഇതര സംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ സംസ്ഥാനത്ത് ജോലിക്കായി വരുന്നവരുണ്ട്, ഇവിടെ ജീവിക്കുന്നവരുണ്ട്. അവരുടെ ജീവിതം എന്ന് പറയുന്നത് ഇപ്പോഴും നമ്മളുമായി ഇടകലർന്ന് ജീവിക്കുന്നവരാണ്. നമ്മുടെ സമൂഹത്തിൽ അവരുടെ ലൈഫ് നമ്മുടെ ലൈഫുമായി ഇങ്ങനെ ചേർന്ന് ജീവിച്ചു പോകുന്നവരാണ്. തൊഴിൽ വകുപ്പ് ഉൾപ്പെടെ കർശനമായി നമ്മൾ തീരുമാനിച്ചതിന്റെ ഭാഗമായി കുറെ അധികം പേരുടെ ഒരു കണക്കും മറ്റുമൊക്കെ ഇപ്പോൾ. ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ K വേണുഗോപാൽ അധ്യക്ഷനായി. ADM ആശാ C എബ്രഹാം പോസ്റ്റർ പ്രകാശനം ചെയ്തു.
ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ആനന്ദ് മോഹൻ, ടെക്നിക്കൽ അസിസ്റ്റന്റ് എസ് വിനോദ്, ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ തുടങ്ങിയവർ സംസാരിച്ചു. RMO ഡോക്ടർ ആശ മോഹൻദാസ് മലേറിയ ദിനാചരണ പ്രതിജ്ഞ ചൊല്ലി. ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തിയ ബോധവൽക്കരണ റാലി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറി പ്രമോദ് മുരളി ഫ്ലാഗ് ഓഫ് ചെയ്തു. ജില്ലാ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ ഓഫീസർ P. ബിനുക്കുട്ടൻ സ്വാഗതം പറഞ്ഞു. ടൈം ന്യൂസ് ആലപ്പുഴ. എടത്വാപ്പള്ളി പെരുന്നാളിനോടനുബന്ധിച്ചുള്ള തിരുസ്വരൂപ സ്വീകരണ സ്ഥലത്തേക്ക് നിയന്ത്രണം വിട്ട കാർ ഇടിച്ചു കയറി 3 പേർക്ക് പരിക്ക്. വെള്ളിയാഴ്ച രാത്രി 9:15 തലവടി പഞ്ചായത്ത് ഓഫീസ് ജംഗ്ഷന് സമീപത്തായിരുന്നു അപകടം. തലവടി പഞ്ചായത്ത് 7-ാം വാർഡിൽ സെൽബി 52, ക്രിസ്റ്റൽ 10, മുറിവേലിൽ റീസ എന്നിവർക്കാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച രാത്രി 9:15 തലവടി പഞ്ചായത്ത് ജംഗ്ഷനിലാണ് സംഭവം. എടത്വ സെന്റ് ജോർജ് ഫൊറോന പള്ളി തിരുനാളിനോടനുബന്ധിച്ച് വിശുദ്ധ ഗിവർഗീസ് സഹതയുടെ തിരുസ്വരൂപം സ്വീകരിക്കാനായി നിന്ന വിശ്വാസികൾക്കിടയിലേക്കാണ് നിയന്ത്രണം വിട്ട കാർ ഇടിച്ചു കയറിയത്. ക്രിസ്റ്റലിൻ്റെ പരിക്ക് ഗുരുതരമാണെന്ന് ആശുപത്രി വൃത്തങ്ങൾ പറഞ്ഞു. 3 സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ടൈം ന്യൂസ് ചേർത്തല. SSF ആലപ്പുഴ ഡിവിഷൻ വിദ്യാർത്ഥി സമ്മേളനം ഏപ്രിൽ 29 മണ്ണഞ്ചേരിയിൽ നടക്കും. ധാർമ്മിക വിപ്ലവത്തിൻ്റെ 53 വർഷങ്ങൾ എന്ന സന്ദേശമുയർത്തിയാണ് സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് SSF നേതാക്കൾ ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ആലപ്പുഴ ഡിവിഷന്റെ നേതൃത്വത്തിൽ മണ്ണഞ്ചേരിയിൽ ഏപ്രിൽ 29 SSFന്റെ വിദ്യാർത്ഥി റാലി മണ്ണഞ്ചേരി ജംഗ്ഷനിൽ തുടങ്ങി ദാറുൽ ഹുദ ക്യാമ്പസിൽ അവസാനിച്ചുകൊണ്ട് ശേഷം നടക്കുന്ന വിദ്യാർത്ഥി സമ്മേളനം കുട്ടികളിലേക്ക് ശരിയുടെ ആഘോഷം എന്താണെന്നും എന്താണ് ശരികളുടെ ആഘോഷത്തിന്റെ പ്രസക്തി എന്നും അവരിലേക്ക് ലഹരി വിരുദ്ധ ക്യാമ്പയിനുകളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് SSF വിദ്യാർത്ഥി സമ്മേളനം സംഘടിപ്പിക്കുകയാണ് മണ്ണഞ്ചേരി. SSF ലഹരി വിരുദ്ധ സമരങ്ങൾ 2ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ധാർമ്മിക വിപ്ലവത്തിന്റെ 53 വർഷങ്ങൾ എന്ന ക്യാപ്ഷനോടുകൂടി സെലിബ്രേറ്റിംഗ് ഹ്യൂമാനിറ്റി ശൈലികളുടെ ആഘോഷം എന്ന തീമിൽ ആലപ്പുഴ ഡിവിഷന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥി റാലിയും സമ്മേളനവും ഏപ്രിൽ 29 ചൊവ്വാഴ്ച മണ്ണഞ്ചേരിയിൽ നടക്കുമെന്ന് ആലപ്പുഴ ഡിവിഷൻ ഭാരവാഹികൾ ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വ്യാപകമായ വാർത്താ പ്രക്ഷേപണവും ഭീതി ജനിപ്പിക്കലും രൂപപ്പെടുത്തുന്ന ലഹരി ഉപയോഗങ്ങളുടെ സാമാന്യവൽക്കരണത്തെ സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്. പുതിയ ജനറേഷൻ കൈവിട്ടുപോയെന്ന മനോഭാവം രൂപപ്പെടുത്തുന്ന ചർച്ചകളും ഇടപെടലുകളും നേരിനോട് നീതി പുലർത്തുന്നതല്ലെന്ന് SSF തിരിച്ചറിയുന്നു. വിദ്യാർത്ഥി സമൂഹത്തിന്റെ നന്മയെ അംഗീകരിക്കാനും ശരികളോടുള്ള അവരുടെ ആഭിമുഖ്യത്തിൽ പ്രോത്സാഹിപ്പിക്കാനുമുള്ള ശ്രമങ്ങൾക്ക് പകരം കുറ്റപ്പെടുത്തുന്ന മനോഭാവങ്ങൾ കൊണ്ട് എന്ത് സന്ദേശമാണ് സമൂഹം നൽകുന്നത്? ഇവിടെയാണ് SSF വിദ്യാർത്ഥികളിലെ ശരികളെ ആഘോഷിക്കുന്നത്. ആലപ്പുഴ ഡിവിഷൻ ജനറൽ സെക്രട്ടറി നദീം സ്വാഗതം പറയുന്ന സമ്മേളനത്തിൽ ഡിവിഷൻ പ്രസിഡന്റ് ഉവൈസ് സിദ്ദിഖി അധ്യക്ഷത വഹിക്കും. തുടർന്ന് കേരള മുസ്ലിം ജമാഅത്ത് ആലപ്പുഴ ജില്ലാ ഫിനാൻസ് സെക്രട്ടറി സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും. തുടർന്ന് നടക്കുന്ന ക്ലാസ് സെക്ഷനുകളിൽ SSF സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗം ഹാമിദ് സഖാഫി, ജില്ലാ സെക്രട്ടറി R. അഫ്സൽ എന്നിവർ നേതൃത്വം നൽകും. ഡിവിഷൻ സെക്രട്ടറിമാരായ സയ്യിദ് അക്ബർ തങ്ങൾ, ഷാഫി മിസ്ബാഹി, ഹസീബ് സഹീദ്, അബീദുല്ല ഉവൈസ് ഉലൂമി എന്നിവർ സംസാരിക്കും. ഡിവിഷൻ ജനറൽ സെക്രട്ടറി നദീം, സെക്രട്ടറിമാരായ സയ്യിദ് അക്ബർ തങ്ങൾ, ഷാഫി മിഹ്ബാസി, ഉവൈസ് ഉലൂമി എന്നിവർ ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ടൈം ന്യൂസ് ആലപ്പുഴ. പുന്നപ്ര സഹകരണ എഞ്ചിനീയറിംഗ് കോളേജിൽ വിജയാഘോഷവും ഓഫർ ലെറ്റർ വിതരണവും സംഘടിപ്പിച്ചു. സലാം MLA ഉദ്ഘാടനം ചെയ്തു. കോപ്പറേറ്റീവ് അക്കാദമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ KEPന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പുന്നപ്ര അക്ഷരനഗരിയിലെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെൻറ്റിൽ പ്ലേസ്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അനുമോദനം സംഘടിപ്പിച്ചു. ഓഫർ ലെറ്ററുകളുടെ വിതരണവും ഇതോടൊപ്പം നടന്നു. വിവിധ വിഭാഗങ്ങളിലെ 100ഓളം വിദ്യാർത്ഥികൾക്കാണ് ഓഫർ ലെറ്ററുകൾ നൽകിയത്. സലാം MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. തുടർച്ചയായി 2ാം വർഷമാണ് വിദ്യാർത്ഥികൾക്ക് രാജ്യത്തെ പ്രമുഖ മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി നേടാൻ സഹകരണ എഞ്ചിനീയറിംഗ് കോളേജിലെ പ്ലേസ്മെൻറ്റ് സെല്ലിന് സാധിച്ചത്. ചരിത്രത്തിലാദ്യമായി ഇക്കൊല്ലം മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിൽ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ജോലി ലഭ്യമായി. ജീവിതമാണ് ലഹരി എന്ന പേരിൽ LKG മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്കായി നടത്തിയ ചിത്രരചനാ മത്സര വിജയികൾക്ക് സമ്മാനങ്ങളും MLA വിതരണം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റോബിൻ B. വർഗീസ് അധ്യക്ഷനായി. പ്ലേസ്മെൻറ്റ് കോർഡിനേറ്റർ അനിത കൃഷ്ണൻ, മെക്കാനിക്കൽ അസോസിയേഷൻ കോർഡിനേറ്റർ ഗിരിജ ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു. പ്രൊഫസർ KG ജയമോഹൻ സ്വാഗതം പറഞ്ഞു. ടൈം ന്യൂസ് ആലപ്പുഴ. കേരള ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി എംപ്ലോയീസ് യൂണിയൻ്റെ വണ്ടാനം ബ്രാഞ്ച് സമ്മേളനം നടന്നു. സലാം MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി എംപ്ലോയീസ് യൂണിയൻ CI2ൻ്റെ ആലപ്പുഴ വണ്ടാനം ബ്രാഞ്ച് സമ്മേളനം നടന്നു. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി ലെക്ചർ ഹാളിൽ നടന്ന സമ്മേളനം സലാം MLA ഉദ്ഘാടനം ചെയ്തു. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഓരോ തൊഴിലാളി വിഭാഗത്തിൻ്റെയും ആവശ്യങ്ങൾ നേടുക എന്നുള്ളത്
നമ്മുടെ സംഘടനാ ബലം കൊണ്ട് നേരിടേണ്ട ഒരു കാര്യമാണ്. ആ സംഘടനാ ബലം എന്ന് പറയുന്നത് ഒന്ന് രാഷ്ട്രീയമായ ബലമാണ്. CITU എന്ന പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന തൊഴിലാളി വർഗത്തിൻ്റെതായ രാഷ്ട്രീയ ഉള്ളടക്കം, അതിന്റെ കരുത്ത്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്തെ ഭാഗം ആ സംഘടനയ്ക്കകത്ത് അണിചേരുന്ന തൊഴിലാളികളുടെ ശക്തിയാണ്, അതിന്റെ വലിപ്പമാണ്. ഒരു ക്യാമ്പസ് എടുത്താൽ ആ ക്യാമ്പസിലെ മഹാഭൂരിപക്ഷം വരുന്ന തൊഴിലാളികളെയും നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഭാഗമാക്കി അണിനിരത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ്. യൂണിയൻ പ്രസിഡന്റ് AP ഗുരുലാൽ അധ്യക്ഷനായി. CITU ഏരിയ സെക്രട്ടറി J ജയകുമാർ, CPM ഏരിയ കമ്മിറ്റി അംഗം C ഷാംജി, യൂണിയൻ ജില്ലാ സെക്രട്ടറി P ഷാജി മോഹൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ റജീബ് അലി, ഉമയമ്മ, യൂണിയൻ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് കാസിം, ലത തമ്പി, G സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. MP ഗുരുലാലിനെ പ്രസിഡന്റായും, മുഹമ്മദ് കാസിം, ലത നമ്പി, M കണ്ണപ്പൻ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും, G സുരേഷ് ബാബുവിനെ സെക്രട്ടറിയായും, S അരുൺകുമാർ, O മുജീബ്, CV ബിബിൻ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും, A സുബൈറിനെ ഖജാഞ്ചിയായും തെരഞ്ഞെടുത്തു. ടൈം ന്യൂസ് ആലപ്പുഴ. കടക്കരപ്പള്ളി പഞ്ചായത്തിൽ പുതിയ ഓഡിറ്റോറിയവും കൗൺസിൽ ഹാളും സജ്ജമായി. ഏപ്രിൽ 27 ഞായറാഴ്ച നാടിന് സമർപ്പിക്കും. ഓഡിറ്റോറിയം മന്ത്രി P പ്രസാദും കൗൺസിൽ ഹാൾ KC വേണുഗോപാൽ MPയും ഉദ്ഘാടനം ചെയ്യും. കടക്കരപ്പള്ളി പഞ്ചായത്തിൽ പുതിയ ഓഡിറ്റോറിയവും കൗൺസിൽ ഹാളും സജ്ജമായി. ഞായറാഴ്ച നാടിന് സമർപ്പിക്കും. മന്ത്രി P പ്രസാദും ഓഡിറ്റോറിയത്തിൻ്റെ ഉദ്ഘാടനവും KC വേണുഗോപാൽ MP കൗൺസിൽ ഹാളിൻ്റെ ഉദ്ഘാടനവും നിർവഹിക്കും. ഹരിതകർമ്മസേനയ്ക്കുള്ള വാഹനത്തിൻ്റെ കൈമാറ്റം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി നിർവഹിക്കും. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ് മുഖ്യ പ്രഭാഷകനാകും. പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് ചിങ്കുതറ അധ്യക്ഷനാകും. ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ കക്ഷി പ്രമുഖരും ആശംസകൾ നേരും. കടക്കരപ്പള്ളി പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിൻ്റെ 1ാം നിലയിലാണ് ഓഡിറ്റോറിയവും കൗൺസിൽ ഹാളും ഒരുക്കിയിട്ടുള്ളത്. പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടിൽ നിന്നും 67 ലക്ഷം രൂപയാണ് ഇതിനായി നീക്കിവെച്ചത്. GST ഉൾപ്പെടെ 80 ലക്ഷം രൂപ ചെലവായി. പഞ്ചായത്ത് ആവശ്യങ്ങൾക്ക് പുറമെ പൊതുവായ പരിപാടികൾക്ക് കൂടി ഓഡിറ്റോറിയം പ്രയോജനപ്പെടുത്താൻ ആലോചനയുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് ചിങ്കുതറ പറഞ്ഞു. വളരെ വർഷങ്ങളായി പഞ്ചായത്തിന് ഒരു യോഗങ്ങൾ നടത്തണമെങ്കിൽ ക്ഷേത്രങ്ങളുടെ ഓഡിറ്റോറിയങ്ങളും അവരുടെ സൗകര്യങ്ങളും അനുസരിച്ചാണ് നമുക്കത് കിട്ടിക്കൊണ്ടിരുന്നത്. അത് സ്വന്തമായിട്ടൊരു ഓഡിറ്റോറിയം നിർമ്മിക്കണമെന്നുള്ളത് ഈ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ പേരുടെയും ഒരു ആവശ്യമായിരുന്നു. അത് ഞങ്ങൾ 67 ലക്ഷം രൂപയോളം ചിലവഴിച്ച് ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ആധുനിക കാലഘട്ടത്തിലെ കെട്ടിട നിർമ്മാണത്തിൻ്റെ എല്ലാ സംവിധാനവും ഉപയോഗിച്ച് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ചെറിയ ചെറിയ അറ്റകുറ്റപ്പണികൾ ബിൽഡിങ്ങിനുണ്ടായി അതും ഇതിനോടൊപ്പം ചേർത്ത് തീർത്തിട്ടുണ്ട്. ഈ നാടിൻ്റെ ഒരു ആവശ്യമാണ്. അതോടൊപ്പം തന്നെ കടക്കരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പറഞ്ഞ ഈ സാമ്പത്തിക വർഷം 100% പദ്ധതി ചെലവഴിച്ച പഞ്ചായത്താണ്. അതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിൽ സംസ്ഥാനത്ത് 2ാം സ്ഥാനത്ത് നിൽക്കുന്ന പഞ്ചായത്താണ്. കഴിഞ്ഞ വർഷവും ഞങ്ങൾ കേരള സംസ്ഥാനത്ത് 8ാം സ്ഥാനത്ത് വന്നതാണ് ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനങ്ങൾ കൊടുക്കുന്നതിൽ. അങ്ങനെ ചെറിയ പഞ്ചായത്താണെങ്കിൽ പോലും ഞങ്ങൾ അടിസ്ഥാനപരമായ നാടിൻ്റെ വികസനത്തിന് എല്ലാവരും ഒരുമിച്ച് നിന്ന് പോകുന്നു എന്നുള്ളതുകൊണ്ടാണ്, രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിജയം. ഇതൊരു മാതൃകയാക്കേണ്ടതാണ് നാട്. കാരണം ഇവിടുത്തെ ഭരണകക്ഷിയും പ്രതിപക്ഷവും ഇല്ലാത്ത രീതിയിൽ തുല്യം നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനത്തിലാണ് ഞങ്ങൾ ഭരിക്കുന്നത്. എങ്കിലും ഒരു പഞ്ചായത്തിൽ യാതൊരുവിധ പ്രശ്നങ്ങളില്ലാതെയും ഒരിക്കലും പഞ്ചായത്ത് കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും മറ്റൊരു പ്രശ്നം ഉണ്ടാകുകയും ചെയ്യാത്ത വിധത്തിൽ പഞ്ചായത്ത് 5 വർഷക്കാലം തികയ്ക്കാൻ ഇനി 3-4 മാസം മാത്രം അവശേഷിക്കുമ്പോൾ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ നിർമ്മാണത്തിൻ്റെ പ്രവൃത്തിയാണെങ്കിൽ എല്ലാവരുടെയും കൂടി സ്വീകാര്യതയോടെ അംഗീകാരത്തോടു കൂടി തന്നെയാണ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ പദ്ധതിയുടെ ഉദ്ഘാടനത്തിൽ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും സഹകരണം ഉണ്ടാകണം. പഞ്ചായത്തിൻ്റെ അടിയന്തര ആവശ്യങ്ങളായ കാര്യങ്ങൾ നടത്തുന്നതിന് മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഓടി നടക്കേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു. അത് മാറ്റി ഇവിടെ ഏത് തരത്തിലുള്ള മീറ്റിംഗ് നടത്തുകയും അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾക്കോ രാഷ്ട്രീയ സാംസ്കാരിക സംഘടനകൾക്കോ എന്തെങ്കിലും പ്രവർത്തനം നടത്തുന്നതിനും കൊടുക്കുന്നതിനെക്കുറിച്ചും ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റി ആലോചിക്കുന്നത്. ടൈം ന്യൂസ് ചേർത്തല. ചേർത്തല ജനമൈത്രി പോലീസിൻ്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ ലേക്ക് ഷോർ ആശുപത്രിയുടെ സഹകരണത്തോടെയാണ് പോലീസ് സേനാംഗങ്ങൾക്ക് വേണ്ടി ബോധവൽക്കരണ ക്ലാസ് ഒരുക്കിയത്. ചേർത്തല ജനമൈത്രി പോലീസിൻ്റെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ പോലീസ് സേനാംഗങ്ങൾക്ക് വേണ്ടിയാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. ലേക്ക് ഷോർ ആശുപത്രിയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടി ചേർത്തല സ്റ്റേഷൻ ഇൻസ്പെക്ടർ G അരുൺ ഉദ്ഘാടനം ചെയ്തു. SI S സുരേഷ് സ്വാഗതവും ASI പ്രീത നന്ദിയും പറഞ്ഞു. ലേക്ക് ഷോർ ആശുപത്രിയിലെ ഡയറ്റീഷ്യൻ ഡെൽന ജോസഫ് ക്ലാസ് എടുത്തു. ടൈം ന്യൂസ് ചേർത്തല. ബാലസംഘം വയലാർ വെസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാലോത്സവം സംഘടിപ്പിച്ചു. വേനൽ തുമ്പി കലാജാഥയ്ക്ക് വർണ്ണാഭമായ സ്വീകരണം.
ബാലസംഘം വയലാർ വെസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാലോത്സവം സംഘടിപ്പിച്ചു. വേനൽത്തുമ്പി കലാജാഥയുടെ സ്വീകരണം വർണ്ണാഭമായി. കളവങ്കോടം കരപ്പുറം മിഷൻ UP സ്കൂളിലാണ് വേനൽത്തുമ്പി കലാജാഥയ്ക്ക് സ്വീകരണമൊരുക്കിയത്. ബാലസംഘം അരൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ 22-ന് അരൂരിൽ നിന്ന് ആരംഭിച്ച വേനൽത്തുമ്പി കലാജാഥ 5-ാം ദിവസമായ ശനിയാഴ്ച ഒളതല, കളവങ്കോടം, വയലാർ നോർത്ത് എന്നിവിടങ്ങളിൽ പര്യടനം പൂർത്തിയാക്കി. മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരായും അന്ധവിശ്വാസങ്ങളുടെ പൊള്ളത്തരങ്ങൾ തുറന്നുകാട്ടിയും യുക്തിചിന്തയുമാണ് മാനവരാശിയുടെ പുരോഗതിക്ക് അഭികാമ്യം എന്ന് തുറന്നു പറയുന്ന ബച്ചൂട്ടിയ, സച്ചാട്ട, കെണി, തല്ലുകളി എന്നീ നാടകങ്ങളും വിവിധ നൃത്തശില്പങ്ങളും കുട്ടികൾ അവതരിപ്പിച്ചു. ചതിപെരുകും കാലത്തൊരു നാൾ ചതി ചെയ്യാത്തൊരു ചന്തു വരുന്നു, ഇരുളിൽ നിന്നൊരു കണ്ണീർ കണമുതിരും പോലതു കുട്ടിയേണം. CPM ഏരിയ സെക്രട്ടറി NP ഷിബു, SV ബാബു, ഗീത വിശ്വംഭരൻ, PV ശശി പ്രസാദ്, സജിമോൻ, കൺവീനർ ശശി, ഉണ്ണി, സുനിൽ, NK സുരേന്ദ്രൻ, ഷാരിമോൾ, ജില്ലാ കൺവീനർ KD ഉദയപ്പൻ, അതുൽ കൃഷ്ണ, സിബിച്ചൻ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി ആദിത്യ നന്ദി രേഖപ്പെടുത്തി. വയലാർ രാമോർമ്മ മെമ്മോറിയൽ ഹാളിൽ നടന്ന ചടങ്ങിൽ വേനൽത്തുമ്പി ശൃംഗയുടെ പിറന്നാൾ കേക്ക് മുറിച്ച് ആഘോഷിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. ചേർത്തല താലൂക്ക് NSS യൂണിയൻ ഹ്യൂമൻ റിസോഴ്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ ദ്വിദിന പ്രീ മാരിറ്റൈം കൗൺസിലിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ ഇലഞ്ഞിൽ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചേർത്തല താലൂക്ക് NSS ഹ്യൂമൻ റിസോഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ദ്വിദിന പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. NSS യൂണിയൻ ഹാളിൽ നടന്ന സമ്മേളനത്തിൽ യൂണിയൻ വൈസ് പ്രസിഡന്റ് S മുരളീകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. NSS ഡയറക്ടർ ബോർഡ് അംഗവും ചേർത്തല NSS യൂണിയൻ പ്രസിഡന്റുമായ പ്രൊഫസർ ഇലഞ്ഞിൽ രാധാകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പന്ത്രണ്ടോളം വിവാഹ നിശ്ചയങ്ങൾ ഈ താലൂക്കിൽ നായർ സമുദായത്തിൽ വളരെ എല്ലാവരും കൂടി പങ്കെടുത്ത ആഘോഷമായി ഞങ്ങളൊക്കെ പങ്കെടുത്ത ഒത്തിരി കല്യാണ നിശ്ചയങ്ങളുണ്ട്. 6 മാസം കഴിഞ്ഞതിൽ 5-8 കല്യാണം വേണ്ട എന്ന് തീരുമാനിക്കുകയും ചർച്ചകൾ നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ വിവാഹമോചനം ഈ യൂണിയന്റെ കോൺഫറൻസ് ഹാളിൽ വളരെയധികം വിഷമത്തോടു കൂടിയാണ് ഞങ്ങൾ ഓരോ ചർച്ചകളിലും പങ്കെടുക്കുന്നത്. ഈ കല്യാണത്തിലും പങ്കെടുത്തു, അതിനുശേഷം വന്ന വിവാഹമോചനത്തിലും പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ ദുഃഖമാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു കാരണം പഴയ കാലമല്ല. പഴയ കാലഘട്ടങ്ങളിൽ ഭാര്യമാർക്ക് ജോലി ഉണ്ടാകുകയില്ല, ഭർത്താക്കന്മാർ മാത്രമാണ് ചെയ്യുന്നതല്ല, ഈക്വലാണ്, എല്ലാവരും ഈക്വലായിട്ടുള്ള കാര്യങ്ങളിലാണ് എല്ലാവരും, അതൊക്കെ കാര്യങ്ങളൊക്കെ ഉള്ള. പക്ഷേ അടിസ്ഥാനപരമായി നമ്മുടെ ആ ഒരു ജീവിത രീതി, നമ്മുടെ ക്ഷമയും കുടുംബാംഗങ്ങളുമായി ഒരുമിച്ച് പോകാനുള്ള ആ ഒരു മനസ്ഥിതിയും ഒക്കെ വളരെ പ്രധാനപ്പെട്ടത്. യൂണിയൻ സെക്രട്ടറി S ജയകൃഷ്ണൻ സ്വാഗതവും HR സെന്റർ ജോയിന്റ് കൺവീനർ MN ബിമൽ കൃതജ്ഞതയും രേഖപ്പെടുത്തി. മുകുന്ദപുരം താലൂക്ക് യൂണിയൻ NSS പ്രതിനിധി സഭാ മെമ്പർ ബാലകൃഷ്ണൻ, ദൂരദർശൻ ന്യൂസ് റീഡർ മഞ്ജുള MB, ഡോക്ടർ G വേണുഗോപാൽ എന്നിവർ ക്ലാസ് എടുത്തു. ചേർത്തല കിൻഡർ വുമൻസ് ഹോസ്പിറ്റൽ ആൻഡ് ഫെർട്ടിലിറ്റി സെന്റർ ഡോക്ടർ മീര മോഹൻ, അമ്പലപ്പുഴ താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് ഗംഗാദത്തൻ നായർ എന്നിവർ ക്ലാസുകൾ നയിച്ചു. ചേർത്തല SHO G അരുൺ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ടൈം ന്യൂസ്, ചേർത്തല. പ്രശസ്ത ചിത്രകാരൻ KK വാര്യർക്ക് സ്മരണാഞ്ജലി. ചേർത്തലക്കാരുടെ വാര്യർ സാർ ഓർമ്മയായിട്ട് 3 വർഷം തികയുന്നു. ശിഷ്യഗണങ്ങൾ ചേർന്ന് രൂപീകരിച്ച സുവർണത്തിൻ്റെ നേതൃത്വത്തിൽ ചേർത്തലയിൽ അനുസ്മരണം. പ്രശസ്ത ചിത്രകാരൻ KK വാര്യർക്ക് സ്മരണാഞ്ജലി. ചേർത്തലക്കാരുടെ വാര്യർ സാർ ഓർമ്മയായിട്ട് 3 വർഷം. ശിഷ്യഗണങ്ങൾ ചേർന്ന് രൂപീകരിച്ച സുവർണത്തിൻ്റെ നേതൃത്വത്തിൽ ചേർത്തലയിൽ അനുസ്മരണമൊരുക്കി. ആർട്ടിസ്റ്റ് KK വാര്യർ ചിത്രകലയിൽ ചേർത്തലയുടെ അഭിമാനം. വാര്യർ സാർ ഓർമ്മയായിട്ട് 3 വർഷം തികയുന്നു. 3ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങൾ ചേർന്ന ഗുരുസ്മരണ സംഘടിപ്പിച്ചു. സുവർണം എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ ചേർത്തല ടൗൺ LP സ്കൂളിലാണ് 2 ദിവസങ്ങളിലായി ഗുരുസ്മരണ നടക്കുന്നത്. വിദ്യാർത്ഥികളുടെ ചിത്രരചനാ മത്സരം, ചിത്രപ്രദർശനം, കവിയരങ്ങ്, അനുസ്മരണ സമ്മേളനം എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. വാര്യർ സാറിൻ്റെ സഹധർമ്മിണി മാധവിക്കുട്ടി KK വാര്യർ പുഷ്പാർച്ചന നടത്തി ദീപം തെളിയിച്ചു. തുടർന്ന് ചിത്രരചനാ മത്സരം ആരംഭിച്ചു. റിട്ടയർഡ് ചിത്രകലാ അധ്യാപകൻ പുരുഷോത്തമൻ നേതൃത്വം നൽകി. ചിത്രകലാ അധ്യാപകൻ രാജൻ ചിത്ര പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ചിത്രം എന്ന് പറയുമ്പോൾ അതിലെ ഉപയോഗിച്ചിരുന്ന വർണ്ണപ്രയോഗങ്ങൾ, ആശയങ്ങൾ, രചനാ രീതികൾ, അങ്ങനെ ഒരു സമഗ്രമായ ഒരു പാഠപുസ്തകം തന്നെയാണ് ഓരോ ചിത്രവും. ഞായറാഴ്ച വൈകിട്ട് നടക്കുന്ന അനുസ്മരണ സമ്മേളനം മന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. ടൈം ന്യൂസ്, ചേർത്തല. ചേർത്തല കടക്കരപ്പള്ളി പടിഞ്ഞാറെ കൊട്ടാരം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹയജ്ഞം തുടരുന്നു. ശബരിമല മുൻ മേൽശാന്തി ബ്രഹ്മശ്രീ പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപ പ്രകാശന കർമ്മം നിർവഹിച്ചു.
ഞാറേക്കൊട്ടാരം ഭജന സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ ഭദ്രദീപ പ്രകാശനം ശബരിമല മുൻ മേൽശാന്തി ബ്രഹ്മശ്രീ നീലിമന പരമേശ്വരൻ നമ്പൂതിരിപ്പാട് നിർവഹിച്ചു. അടുത്ത 7 ദിവസം ഭഗവാൻ ഉണ്ണികൃഷ്ണൻ ഇവിടെ തിരുസ്വരൂപമായിട്ട് അവതരിച്ച് നമ്മളോടെല്ലാം പങ്കുചേർന്ന് അവസാനം ആ 7ാം ദിവസം സ്വർഗാരോഹണം വരുമ്പോൾ സത്യത്തിൽ നമ്മളിൽ നിന്ന് വേർപെട്ടു പോകുന്ന പോലെ കരഞ്ഞു പോകുന്ന ഒരു ഫീലിംഗ്. ഉപസമാഹരണ സമർപ്പണം ദേവസ്വം പ്രസിഡന്റ് ഇൻചാർജ് പി പരമേശ്വരൻ നായർ ശ്രീപത്മത്തിൽ NS ബാലകൃഷ്ണ കർത്താവിൽ നിന്ന് വിഭവങ്ങൾ ഏറ്റുവാങ്ങി നിർവഹിച്ചു. വനിതാ സമാജങ്ങൾ, സ്വാശ്രയ സംഘങ്ങൾ എന്നീ സംഘടനകളും യജ്ഞത്തിനാവശ്യമായ വിഭവങ്ങൾ സമർപ്പിച്ചു. അൻപുരിപ്പറയുടെ വിഭവങ്ങൾ അനില വിജയൻ സമർപ്പിച്ചു. മാരാംവീട്ടിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് നൂറുകണക്കിന് ഭക്തജനങ്ങളുടെ അകമ്പടിയോടുകൂടി വിഗ്രഹ ഘോഷയാത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. മാരാംവീട്ടിൽ കുടുംബയോഗം മുഖ്യ രക്ഷാധികാരി G. മോഹൻദാസ് നായർ ശ്രീകൃഷ്ണ വിഗ്രഹം കൈമാറി. ചടങ്ങിൽ ഭജന സമാജം പ്രസിഡന്റ് S. രാധാകൃഷ്ണൻ, സെക്രട്ടറി രാമചന്ദ്രൻ നായർ, N. രാംദാസ്, വൈസ് പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ നായർ, ദേവസ്വം സെക്രട്ടറി D. ചന്ദ്രൻ, രാമചന്ദ്ര പണിക്കർ, രാധാകൃഷ്ണൻ, വനിതാ സമാജം ഭാരവാഹികൾ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് പുല്ലയിലില്ല ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഭാഗവത മഹാത്മ്യ പ്രഭാഷണം നടത്തി. കൊല്ലം വള്ളിക്കീഴ് ഗംഗാധരൻ നായരാണ് യജ്ഞാചാര്യൻ. അഭിവൃദ്ധ സ്നാനത്തോടെ മെയ് 2 യജ്ഞം സമാപിക്കും. ചേർത്തല നെടുമ്പ്രക്കാട് സെന്റ് തോമസ് ദേവാലയത്തിൽ വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ തിരുനാളാഘോഷത്തിന് കൊടികയറി. ഞായറാഴ്ചയാണ് പ്രധാന തിരുനാളാഘോഷം. കൊടിയേറ്റ് ചടങ്ങിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ചേർത്തല നെടുമ്പ്രക്കാട് സെന്റ് തോമസ് ദേവാലയത്തിൽ വിശുദ്ധ തോമസ് ശ്ലീഹായുടെ തിരുനാളിന് കൊടിയേറി. നെടുമ്പ്രക്കാട് സെന്റ് തോമസ് ചർച്ച് വികാരി റവറൻ ഫാദർ ജോയ് പ്ലാക്കൻ കാർമ്മികത്വം വഹിച്ചു. കൊടിയേറ്റിന് ശേഷം 7 മുതൽ 8 വരെ പൊതു ആരാധന നടന്നു. തുടർന്ന് തുറവൂർ സെന്റ് ജോസഫ് ചർച്ച് വികാരി റവറൻ ഫാദർ സെൻ കല്യങ്കൽ സന്ദേശം നൽകി. വേസ്പര ദിനമായ ഏപ്രിൽ 26 ശനിയാഴ്ച ആഘോഷമായ പാട്ടുകുർബാനയും ധൂപമഞ്ചരിപ്പും പ്രസിഡന്റ് വാഴ്ചയും പള്ളിപ്പുറം സെന്റ് മേരീസ് ഫൊറോന ചർച്ച് അസിസ്റ്റന്റ് വികാരി റവറൻ ഫാദർ അമൽ പെരിയപ്പാടൻ വേസ്പരയ്ക്ക് കാർമ്മികനായി. തുടർന്ന് തണ്ണീർമുക്കം തിരുരക്ത ദേവാലയം വികാരി റവറൻ ഫാദർ സുരേഷ് മൽപ്പാൻ വിശ്വാസികളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. തുടർന്ന് പ്രദക്ഷിണം, പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം, സ്നേഹവിരുന്ന് എന്നിവയും നടന്നു. ഏപ്രിൽ 27 ഞായറാഴ്ചയാണ് തിരുനാൾ ദിനം. ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന, തിരുനാൾ പ്രദക്ഷിണം എന്നിവയും നടക്കും. ഏപ്രിൽ 28 തിരുനാൾ സമാപിക്കും. ടൈം ന്യൂസ്, ചേർത്തല. പ്രധാന വാർത്തകൾ വീണ്ടും. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ലോകത്തിന്റെ പ്രണാമം. നൂറുകണക്കിന് ലോക നേതാക്കൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. സെന്റ് മേരി മേജർ ബസലിക്കയിലാണ് സംസ്കാര ചടങ്ങ് നടന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിനോടനുബന്ധിച്ച് നാടെങ്ങുമുള്ള ക്രൈസ്തവ ദേവാലയങ്ങളിലും സ്ഥാപനങ്ങളിലും അനുസ്മരണ ചടങ്ങുകൾ. മൗനജാഥകളിലും അനുബന്ധ ചടങ്ങുകളിലും ആയിരക്കണക്കിന് വിശ്വാസികൾ അണിനിരന്നു. മാരാരിക്കുളത്ത് ഉറങ്ങിക്കിടന്ന വീട്ടമ്മയുടെ കഴുത്തിൽ നിന്നും 1.5 പവന്റെ സ്വർണ്ണമാല കവർന്ന സംഭവം അന്വേഷണം ഊർജിതം. പരിസര പ്രദേശത്ത് നിന്നുള്ള CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചാണ് അന്വേഷണം തുടരുന്നത്. ലോക മലേറിയ ദിനാചരണത്തിൻ്റെ ആലപ്പുഴ ജില്ലാതല ഉദ്ഘാടനം H. സലാം MLA നിർവഹിച്ചു. ദിനാചരണത്തിൻ്റെ ഭാഗമായി നടത്തിയ ക്വിസ് മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും MLA വിതരണം ചെയ്തു. എടത്തോപ്പള്ളി പെരുന്നാളിനോടനുബന്ധിച്ചുള്ള തിരുസ്വരൂപ സ്വീകരണ സ്ഥലത്തേക്ക് കാർ ഇടിച്ചു കയറി 3 പേർക്ക് പരിക്ക്. വെള്ളിയാഴ്ച രാത്രി 9:15 തലവടി പഞ്ചായത്ത് ജംഗ്ഷനിലായിരുന്നു അപകടം. SSF ആലപ്പുഴ ഡിവിഷൻ വിദ്യാർത്ഥി സമ്മേളനം ഏപ്രിൽ 29 മണ്ണഞ്ചേരിയിൽ. ധാർമ്മിക വിപ്ലവത്തിൻ്റെ 53 വർഷങ്ങൾ എന്ന സന്ദേശത്തോടെയാണ് സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് SSF നേതാക്കൾ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.